മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ദിവ്യകാരുണ്യമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും കേന്ദ്ര ബിന്ദു. നമ്മുടെ ബന്ധുക്കളെ പ്രതിയുള്ള സുവിശേഷ ഭാഗം നാം വായിച്ചു കേട്ടു. ഏത് നിലമാണ് നന്നായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിലം എന്ന് ചോദിച്ചാൽ ആ നിലം ദിവ്യകാരുണ്യവുമായി പരിശുദ്ധ കുർബാനയുമായി ബലിയുമായി പറ്റിച്ചേർന്ന് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്ന ജീവിതമാണ് ഒരുക്കപ്പെട്ട ഇടം. നിലം നല്ല ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഇടം. ഈ ലോകത്ത് ദൈവഹിതപ്രകാരം ദൈവേഷ്ടപ്രകാരം ജീവിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയും ബലവും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഒരു നല്ല ക്രൈസ്തവൻ ജയിക്കണമെങ്കിൽ അത് ദിവ്യകാരുണ്യത്തിൽ നിന്ന്, ബലിവേദിയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് മാത്രമേ ജനിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബലിയെ ബലിയാക്കുന്നത് അല്ലെങ്കിൽ കുർബാനയെ കുർബാനയാക്കുന്നത് അല്ലെങ്കിൽ കുർബാനയെ സമീപിക്കുന്നവർ ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താണ്? ബലിയായി തീർന്ന ക്രിസ്തു ബലിയാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് യേശുവിനേക്കാൾ അധികമായി എന്നെ സ്നേഹിച്ചു എന്നതാണ്. യേശുവിനേക്കാൾ അധികമായി നിന്നെ സ്നേഹിച്ചു എന്നതാണ്. ആരേക്കാൾ അധികമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവോ അവിടെ മാത്രമാണ് ഒരു ബലിയർപ്പണം നടക്കുക. ഞാൻ എന്നെ കാര്യമായി കരുതുന്നെങ്കിൽ ഒരിക്കലും ഒരു ബലിയർപ്പണം നടക്കുകയില്ല. എന്നാൽ യേശു ക്രിസ്തു തന്നേക്കാൾ അധികമായി തന്റെ മുമ്പിൽ നിൽക്കുന്നവരെ സ്നേഹിക്കുകയും കരുതുകയും അവർക്കായി എല്ലാ ദൈവീക അനുഗ്രഹങ്ങൾ നൽകുന്നതിന് തന്നെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബലിയർപ്പണത്തിന്റെ അടിസ്ഥാനം എന്നത് സ്നേഹമാണ്. അപ്പൊ സ്നേഹത്തിൽ രൂപപ്പെട്ട ഒരു ബലിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയെ രൂപപ്പെടുത്തുവാൻ സാധ്യമാകും. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ബലിയിൽ ഇന്നും അനേകം മനുഷ്യർ ആശ്രയിക്കുകയും നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണെന്ന് വിചാരിക്കുന്നത്. ക്രൈസ്തവരെക്കാൾ അക്രൈസ്തവർ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും ബലിയർപ്പണത്തെ സ്നേഹിക്കുകയും ബലിവേദിയിൽ കൈകൂപ്പി ആരംഭം മുതൽ അവസാനം വരെ മുട്ടുകുത്തി ശ്രദ്ധയോടെ അവർ ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബലിയിലൂടെ കടന്നു വരുന്ന ദിവ്യീശോയെ അവർ വ്യക്തമായി അനുഭവിക്കുന്നു, ആ സ്നേഹം രുചിച്ചറിയുന്നു എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് അവർ ഈ ബലിയെ സമീപിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ ബലിയെ സമീപിക്കുന്നത്? ബലി അർപ്പിച്ചവന്റെ അതേ മനോഭാവത്തോടുകൂടിയാണോ ഒരു ബലിയർപ്പണത്തിൽ ഞാൻ വന്ന് പങ്കെടുക്കുക? അങ്ങനെയെങ്കിൽ ആ ബലി എന്റെ അനുഗ്രഹത്തിന്റെ ബലിയായിരിക്കും. ആ ബലി എന്റെ അനുഗ്രഹത്തിന്റെ ബലിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒഴുക്കോടുകൂടെ ജിമ്മിയച്ചനേക്കാൾ ഉപരിയായി ഈ ബലിവേദിയിൽ കടന്നു വരുന്ന ക്രിസ്തുവിനെ കണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒരു ബലിയർപ്പിച്ചാൽ ആ ബലിയർപ്പണം എന്റെ അനുഗ്രഹത്തിന്റെ മൂലക്കല്ലായി മാറി, അനുഗ്രഹത്തിന്റെ കാരണമായി മാറി. ഇന്ന് നമ്മൾ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി അനേകം ഇടങ്ങളിലേക്ക്, ധ്യാനകേന്ദ്രങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, സാധ്യതകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. എന്നാൽ ഒരു ബലിപീഠം ഉണ്ടെങ്കിൽ ആ ബലിപീഠത്തിൽ ദൈവത്തോളമുള്ള അനുഗ്രഹങ്ങൾ അവിടെ കൂമാരം കൂടിയിരിക്കുന്നു എന്നതാണ് സത്യം. അതിന് സ്വന്തമാക്കുവാനും ഈ സ്നേഹമാകുന്ന ജ്വാലയിലൂടെ നമ്മെ തന്നെ ആ ബലിവേദിയിൽ സമർപ്പിച്ചാൽ മതി. അവിടെ ഏത് അച്ഛൻ ബലിയർപ്പിച്ചു എന്നതിലല്ല
പ്രധാനം. എത്ര ഒരുക്കത്തോടെ പുരോഹിതൻ ബലിയർപ്പിച്ചു എന്നതല്ല പ്രധാനം. ഒരു പൗരോഹിത്യമുണ്ടോ, ആ പൗരോഹിത്യത്തിലൂടെ ഒരു ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആ ബലിയിലൂടെ ദൈവത്തിന്റെ ഭണ്ഡാരം, അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം, ഫിലിപ്പിയർ 4:19 ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളവയെല്ലാം നൽകപ്പെടുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഒരു ഫലം നൽകുന്ന വിത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരുക്കപ്പെട്ട് ജീവിക്കുന്ന ക്രൈസ്തവ ജീവിതങ്ങളാണ്. അവരാണ് യഥാർത്ഥ സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ജീവിതം നയിച്ച വ്യക്തിയുടെ പെരുന്നാളാണ് നമ്മൾ നാളെ ആചരിക്കുന്നത്. നമ്മുടെ സഭയ്ക്ക് കാരണമായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതമെടുത്ത് പരിശോധിച്ചാൽ ഇതേ ഒരു ബലിയർപ്പണം തന്നെയാണ് ആ പുണ്യപിതാവും നൽകിയത്, നടത്തിയത് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് രൂപം നൽകപ്പെട്ടത്, അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകപ്പെട്ടത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 3 വൈദികരെ ബലിവേദിയിൽ ഒരുമിച്ച് നിന്ന് ബലിയർപ്പിക്കുകയും ഈ ഗണം ഈ ബലിയർപ്പണത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവവും നമ്മുടെ പിതാക്കന്മാരും കാണിച്ചു തന്ന ഈ ഒരു അർപ്പണത്തെ ഏതൊക്കെ മാതാപിതാക്കന്മാർ കാര്യമായി പരിഗണിക്കുന്നുവോ അത് അവരുടെ മക്കളിലേക്ക്, അവരുടെ തലമുറകളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും. ബലിവേദിയിൽ ബലിയിൽ ആഴപ്പെട്ട ഒറ്റ കുടുംബവും ഒറ്റ വ്യക്തികളും ഒരു കാലത്തും നശിക്കുകയില്ല. എന്തെല്ലാം പ്രലോഭനങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളിലും എന്തെല്ലാം തകർച്ചകളുടെ നടുവിലൂടെ കടന്നുപോയാലും ഒന്നും അവരെ ബാധിക്കുകയോ അവരെ തകർക്കുകയോ അവരെ തളർത്തുകയോ ചെയ്യുകയില്ല. കാരണം അവരുടെ സംരക്ഷണം ഈ ദിവ്യന്മാരുടെ പരിശുദ്ധ കുർബാനയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എപ്പോഴൊക്കെ പരിശുദ്ധ കുർബാനയെ സമീപിക്കുന്നുവോ അപ്പോഴെല്ലാം ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ജ്വാല ജ്വലിപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടും പൂർണ്ണ സമർപ്പണത്തോടും കൂടെ ക്രിസ്തുവിന്റെ ബലിയിൽ പങ്കാളികളായി മറ്റൊരു ബലിയായി തീരാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് ധന്യന്മാർ ഇവാനിയോസ് പിതാവ് നമ്മെല്ലാവരെയും സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ